ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴക്കൂട്ടം മുതൽ കാരോട് വരെ നേരത്തെ തന്നെ പണി പൂർത്തിയാക്കി വാഹനങ്ങൾ ധാരാളമായി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന NH66 നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഭാഗം കഴക്കൂട്ടത്തേക്ക് പോകുന്നതാണ്. ഈ NH66 ചേർന്നാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ വർക്ക് നടക്കുന്നത്. അതായത് ഈ NH മുതൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് സീപോർട്ട് വരെ ലിങ്ക് ചെയ്യുന്ന 1700 മീറ്റർ നീളമുള്ള ലിങ്ക് റോഡിന്റെ അവസാനഘട്ട വർക്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമുക്ക് ഈ NHന്റെ സൈഡിലൂടെ ഒരു ബൈ റോഡ് കാണാൻ സാധിക്കും. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഈ വ്യൂ വളരെ പരിചിതം തന്നെയാണ്. ഇത് NHന്റെ മുകളിലുള്ള അണ്ടർപാസിന്റെ മുകളിൽ നിന്നാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തന്നെ. ഇത് സൈഡിലൂടെയുള്ള ബൈ റോഡ് വഴിയാണ് NHന്റെ പുറത്തേക്ക് വാഹനങ്ങൾ പാസ് ചെയ്യുന്നത്. ഇത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ കാരോടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് തീർച്ചയായിട്ടും തൊട്ടു മുന്നിലൊരു കട്ടിംഗ് ഉണ്ട്. ആ കട്ടിംഗ് വഴി നിലവിൽ ഈ ബൈ റോഡിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അതിലൂടെ നേരെ നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ധാരാളം വർക്കുകൾ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന വർക്കുകൾ, അതായത് ലിങ്ക് റോഡിന്റെ ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷൻ നമുക്ക് നോക്കാം. നമുക്ക് പോകാം ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷനിലേക്ക്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ഓരോ വർക്കും ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു റീറ്റെയിനിങ് വാൾ നമുക്ക് കാണാൻ സാധിക്കും. വളരെ ഹൈറ്റുള്ള പ്ലേസിൽ നോക്കുമ്പോഴാണ് റീറ്റെയിനിങ് വാൾ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് റീറ്റെയിനിങ് വാളിന്റെ അടുത്ത് പോയി ഹൈറ്റൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ റീറ്റെയിനിങ് വാളിന്റെ കറണ്ട് സ്റ്റാറ്റസിൽ വർക്ക് കംപ്ലീറ്റ് ആയതാണ് നമുക്ക് ഇവിടെ കാണാനായി സാധിക്കുന്നത്. റീറ്റെയിനിങ് വാളിന്റെ രണ്ട് സൈഡിലായിട്ട് 2 റോഡുകൾ നമുക്ക് കാണാനായി സാധിക്കും. ഒരു റോഡ് നിലവിലെ റോഡ്, അതായത് നിലവിൽ നമ്മുടെ ഈ പറയുന്ന NHന്റെ സൈഡിലൂടെ ബൈ റോഡ്. അടുത്ത് കാണുന്ന റോഡ് നമ്മുടെ ലിങ്ക് റോഡിന്റെ സൈഡിലൂടെ പാസ് ചെയ്ത് പോകുന്ന റോഡാണ്. നമ്മൾ ഈ കാണുന്ന NHന്റെ സൈഡിലൂടെ റോഡിന്റെ ഹൈറ്റ് തീർച്ചയായിട്ടും കൂട്ടും എന്ന് തന്നെയാണ് അറിയാനായി സാധിക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഹൈറ്റുള്ള പ്ലേസ് ആണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ട് നടക്കാം. ഇപ്പോൾ NHനോട് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വർക്ക് പ്ലേസിലേക്ക് നമുക്ക് പോകാനായി സാധിക്കുന്നതാണ്. ധാരാളം വാഹനങ്ങളാണ് NHലൂടെ കടന്നു പോകുന്നത്. ഇപ്പോൾ ഈ ലിങ്ക് റോഡ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി കണക്ഷൻ ആണെങ്കിലും നിലവിൽ ഈ പറയുന്ന കണക്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ഇലക്ട്രിക്കൽ വർക്ക് ഉൾപ്പെടെ ഡ്രെയിനേജ് വർക്ക് ഉൾപ്പെടെ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടൊരു സൊല്യൂഷനാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. നല്ലൊരു മഴയുണ്ട്, കുറച്ച് ദിവസങ്ങളെ മഴയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഉണ്ടോ ഈ ഒരു ഹൈറ്റ് ഉണ്ട്. ഈ ഹൈറ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവിടെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയാണ് ഈ റീറ്റെയിനിങ് വാൾ എന്നാണ് തീർച്ചയായിട്ടും അറിയാനായി സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് പോർട്ടിൽ നിന്നും പോർട്ടിലേക്ക് സ്റ്റോണുമായിട്ട് വരുന്ന ലോറിയെ നമുക്ക് വളരെ ദൂരമായിട്ട് കാണാനായി സാധിക്കും. അതായത് നമ്മുടെ കാരോട് ഭാഗത്തു നിന്ന് വരുന്ന ലോറികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ NHന്റെ സൈഡിലൊരു കട്ടിങ്ങിലൂടെ ഈ ബൈ റോഡിലൂടെ ഇറങ്ങാനായി സാധിക്കും. അതേപോലൊരു കട്ടിംഗ് ആണ് ഈ ഭാഗത്ത് വരാൻ പോകുന്നത്. അതായത് പോർട്ടിൽ നിന്ന് വരുന്ന ലോറികൾ കണ്ടെയ്നറുമായിട്ട് വരുന്ന ഹെവി വെയിറ്റുമായി വരുന്ന ലോറികൾക്ക് ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടി ഈ ഭാഗത്ത് ഈ ഹൈറ്റുള്ള പ്ലേസിന് ഒരു കട്ടിംഗ് ഉണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ കാണിക്കുന്നതാണ്. എന്നാലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് മനസ്സിലാകില്ല. അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും ഇത് റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നത്. എവിടെയാണ് ആ കട്ടിങ് വരുന്ന പോർഷൻ, ഈ ഹൈറ്റുള്ള പ്ലേസ് ആണ് തീർച്ചയായിട്ടും ആ കട്ടിങ് വരുന്നത്. അതിലൂടെയാണ് പോർട്ടിൽ നിന്നും ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുന്നത്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ തമിഴ്നാടുമായിട്ട്, അതായത് കാരോട് മുതൽ കന്യാകുമാരി ഉള്ള റോഡിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നും കാരോഡിലേക്ക് വണ്ടി വന്നതിന് ശേഷം, അതായത് ഇതേ സെയിം ഹൈവേ തന്നെയാണ് പോർട്ടിലേക്ക് ആ കട്ടിങ്ങിലൂടെ, അതായത് ഈ ലോറി വന്ന അതേ പ്ലേസിലൂടെ തന്നെ അത് പോർട്ടിലേക്ക് പോകും. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പോർട്ടിലേക്ക് ലോറി പോയതിനു ശേഷം അല്ലെങ്കിൽ കണ്ടെയ്നർ പോയതിനു ശേഷം പോർട്ടിൽ നിന്ന് ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ഈ ഭാഗത്തുള്ള കട്ടിങ് വരുന്നുണ്ട്. ഇത്രയും പ്ലേസ് ആണ് കട്ട് ചെയ്യാൻ പോകുന്നത്. കട്ട് ചെയ്തിട്ട് എൻട്രൻസ് നമ്മുടെ ഹൈവേയിലേക്ക് കൊടുക്കുന്നത്, ഈ പറയുന്ന NH66 കൊടുക്കുന്നതാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുകയുണ്ടായി. കണ്ടോ, ഈ ഭാഗത്താണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതുവരെയാണ് നമ്മുടെ ഈ പറയുന്ന റീറ്റെയിനിങ് വാളിന്റെ വർക്കുകൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്രത്തോളമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നിന്നും എന്തൊക്കെയാണ് വ്യത്യാസം വന്നിട്ടുള്ളത്, റീറ്റെയിനിങ് വാളിന്റെ വർക്കുകൾ എത്രത്തോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കുറച്ചുകൂടി അടുത്ത് പോയാൽ മാത്രമേ മനസ്സിലാവൂ. പക്ഷേ ഹൈറ്റുള്ള പ്ലേസിൽ നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു നല്ലൊരു വ്യൂ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ആ ബ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് കാണിച്ചിട്ടുണ്ട്. ഈ ഭാഗത്താണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ആ കട്ട് ചെയ്ത പ്ലേസ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിതിലൂടെ ഈ പറഞ്ഞ റോഡിലേക്ക് ഇറങ്ങാം. ഈ പറഞ്ഞ ബൈ റോഡിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ തീർച്ചയായിട്ടും ആ വർക്കുകൾ അല്ലെങ്കിൽ വർക്ക് സൈറ്റിലോട്ട് നേരിട്ട് പോയാൽ മാത്രമേ
നമുക്ക് എന്തൊക്കെ വർക്കാണെന്ന് അറിയാനായി സാധിക്കുള്ളൂ. അല്ലാതെ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാനായി സാധിക്കില്ല ഓരോ വർക്കും. കാരണം നിലവിൽ ഈ ഇലക്ട്രിക്കൽ പിറ്റ് ലൈനിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്, ഡ്രെയിനേജിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്, ഈ പറയുന്ന റീറ്റെയിനിങ് വാളിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ കാണുന്ന അതായത് NH മുതൽ ഈ പറയുന്ന പോർട്ട് വരെയുള്ള 2 ബ്രിഡ്ജുണ്ട്. ഈ ബ്രിഡ്ജിൻ്റെ സൈഡിലോട്ട് എത്ര ശതമാനം അല്ലെങ്കിൽ എത്രത്തോളം ഈ പറയുന്ന സോയിൽ ഫില്ല് ചെയ്തിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത് പോയാൽ മാത്രമേ നമുക്കറിയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ റീറ്റെയിനിങ് വാളിൻ്റെ ഹൈറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. അതായത് NHൻ്റെ സൈഡിലെ NHൻ്റെ ആ ഒരു ഹൈറ്റിലേക്ക് ഇതിപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. 2 സൈഡിലെ റോഡ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഒന്ന് പഴയ റോഡ് തന്നെയാണ്, അടുത്തൊരു പുതിയ റോഡുമുണ്ട്. അതായത് നമ്മുടെ പോർട്ടിൽ നിന്ന് വരുന്ന കണ്ടെയ്നർ ലോറികൾക്ക് സുഗമമായി പോകുന്നതിന് വേണ്ടിയാണ്, ടെമ്പററി കണക്ഷൻ ആയ കൂടെ തന്നെ വളരെ ഈസി ആയിട്ട് പോകുന്നതിന് വേണ്ടിയാണ് അഡീഷണൽ ഒരു ബൈ റോഡ് തന്നെ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ബൈ റോഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടികളെല്ലാം, ചെറിയ വണ്ടികളും വാഹനങ്ങളും ലോക്കൽസിൻ്റെ വണ്ടികളെല്ലാം, നമ്മളെ വണ്ടികൾ ഉൾപ്പെടെ ഈ അഡീഷണൽ ആയിട്ടുള്ളൊരു ബൈ റോഡിലൂടെയും പോർട്ടിൽ നിന്ന് വരുന്ന ഹെവി ലോഡ് മാറ്റുന്ന കണ്ടെയ്നർ ലോറികൾ നമ്മൾ ഈ കാണുന്ന ഈ റോഡിലൂടെയും പോകും. അപ്പോൾ ആ ഒരു റഷ് തീർച്ചയായിട്ടും ഒഴിവാക്കാനായി സാധിക്കും. ഇതൊരു ടെമ്പററി കണക്ഷനാണ്, നമുക്കറിയാം. ഫ്യൂച്ചറിൽ ഇത് ക്ലോവർ ലീഫോ ട്രംപറ്റ് എന്ന് അറിയില്ല, എന്നാലും ക്ലോവർ ലീഫോ ടെമ്പറേറ്റിൽ ഏതൊരു കണക്ഷൻ തീർച്ചയായിട്ടും വരും എന്ന് തന്നെയാണ് അറിയാനായി സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ നമ്മുടെ മുന്നിൽ കാണുന്ന ലോറി ആവട്ടെ പോർട്ടിലേക്ക് ഹെവി സ്റ്റോണുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ലോറിയാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാനായി സാധിക്കുന്നുണ്ടോ. ഇങ്ങനെ ധാരാളം 100 കണക്കിന് സ്റ്റോണുമായിട്ടാണ് പോർട്ടിലേക്ക് ലോറികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഫേസിൻ്റെ വർക്കുകൾ ഉടൻ തന്നെ തുടങ്ങും എന്ന് അറിയാനായി സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ധാരാളം സ്റ്റോണുകൾ നമ്മുടെ ബ്രേക്ക് വാട്ടറിന് ഏകദേശം ഇനിയും 1040 മീറ്റർ കൂടിയാണ് ബ്രേക്ക് വാട്ടർ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം 50 ലക്ഷം ടണ്ണ് സ്റ്റോണിന് പുറത്ത് വേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി ധാരാളം ലോറികൾ, ഇതുപോലുള്ള ലോറികൾ ഡേ നൈറ്റ് പോർട്ടിലേക്ക് എത്തുന്നുണ്ട്. അത് സ്റ്റോണ് ശേഖരിക്കുന്ന ഒരു യാർഡുമുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും പോർട്ടിൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഈ അപ്ഡേഷൻ കഴിഞ്ഞുകൊണ്ട് തന്നെ പോർട്ടിൻ്റെ അപ്ഡേഷൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. ഇപ്പോൾ നമുക്ക് നമ്മുടെ അതായത് നേരത്തെ എന്ന ബ്രിഡ്ജിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു പോർട്ടിൻ്റെ അതായത് ലിങ്ക് റോഡിൻ്റെ ബ്രിഡ്ജ് കാണാൻ സാധിക്കും. അതായത് അണ്ടർപാസിൻ്റെ മുകളിൽ നോക്കുമ്പോൾ ലിങ്ക് റോഡിൻ്റെ ബ്രിഡ്ജ് കാണാമായിരുന്നു. ആ ബ്രിഡ്ജിൽ സോയിൽ ഫില്ല് ചെയ്യുന്ന വർക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അണ്ടർപാസ് ഉണ്ട്, ഇതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തത്, തൊട്ട് മുന്നേ വീഡിയോ ഷൂട്ട് ചെയ്തത്. റോഡിൽ നിന്ന് പോകുമ്പോൾ NHൽ നിന്ന് വളരെ വ്യക്തമായിട്ട് ഈ വർക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ അണ്ടർപാസ് എന്ന് പറയുന്നത്. ഇതും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തതാണ്. ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. വളരെ ഈസി ആയിട്ട് ഹെവി ലോഡുമായിട്ട് വരുന്ന വാഹനങ്ങൾക്ക് ഈ അണ്ടർപാസിലൂടെ കടന്നു പോകാനായി സാധിക്കും. പലരെയും സംശയമാണ് കടന്നു പോകാനായി സാധിക്കുമെന്ന്. തീർച്ചയായിട്ടും സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന തമിഴ്നാട് ഭാഗത്തേക്ക് പോകുന്ന ബൈ റോഡിൻ്റെ വർക്കുകളും അവിടെ നടക്കുന്നുണ്ട് കണ്ടോ. ഞാൻ നേരത്തെ കാണിച്ച ഇതിപ്പം നമ്മൾ സൈറ്റിൽ വന്നുള്ള വിഷ്വലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊട്ട് മുകളിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ കിട്ടുന്നതുകൊണ്ടാണ് മുകളിൽ നിന്നെടുത്ത്. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ഈ പറയുന്ന പിറ്റ് ലൈനിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ചെളിയും വെള്ളക്കെട്ടായിട്ട് നിങ്ങൾ കിടക്കുന്ന കാര്യമാക്കണ്ട. കാരണം ഇവിടെ മഴ ഉണ്ടെങ്കിലും മഴ ഇല്ലെങ്കിലും ചെളിയാണ്. കാരണം കണ്ടവും വയലുമായിട്ടുള്ള പ്ലേസാണ് നമ്മൾ കൺവേർട്ട് ചെയ്ത് ഇതേ രൂപത്തിലോട്ട് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ ഡ്രെയിനേജ് വർക്കുകളൊക്കെ നേരത്തെ കംപ്ലീറ്റ് ചെയ്തതിനാൽ വലിയൊരു വെള്ളക്കെട്ടോട് ഒഴിവാക്കാനായി സാധിച്ചു. അതെല്ലാവർക്കും അറിയാം. നിലവിൽ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഈ ലിങ്ക് റോഡിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഉള്ള അവസ്ഥ നല്ല വെയിലത്തും വയൽ പോലത്തെ സ്ഥലമായിരുന്നതിനാൽ കണ്ടവും ചെളിയും ആയിരുന്ന പ്ലേസ് ആയിരുന്നു. അതുകൊണ്ട് നിലവിൽ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്തതിനാൽ നല്ലൊരു വെള്ളക്കെട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ റീറ്റെയിനിങ് വാൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ധാരാളം ഹെവി എക്സ്കവേറ്ററും ടിപ്പർ ലോറികളെയും നമുക്കിവിടെ കാണാനായി സാധിക്കും. മുന്നോട്ട് പോയാലേ നമുക്ക് ആ ഡീറ്റെയിൽ വർക്ക് അറിയാനായി സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല ഈ റീറ്റെയിനിങ് വാളിൻ്റെ കുറച്ചുകൂടി ഭാഗം നമുക്ക്, അതായത് നമ്മൾ വന്ന ആ ഒരു കർവ് പൊസിഷൻ ഉണ്ടല്ലോ, അവിടേക്ക് നമുക്കൊന്നുകൂടി പോയി നോക്കാം. ഈ ഭാഗത്തെല്ലാം വർക്ക് തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ വന്ന വ്യത്യാസമാണ് തീർച്ചയായിട്ടും നമ്മൾ കാണുന്നത്. കാരണം ഓരോ ആഴ്ചയിലും നമ്മൾ വീഡിയോ ഡീറ്റെയിൽ അപ്ഡേഷൻ ചെയ്യുന്നതിനാൽ ഓരോ ആഴ്ചയിലും വന്ന വ്യത്യാസം. കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ആ വർക്കൊക്കെ ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഈ ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, റീറ്റെയിനിങ് വാളിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വർക്ക് നടക്കാതിരിക്കുന്നില്ല. ഓരോ ആഴ്ചയിലും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിനാൽ ആ വ്യത്യാസം തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ഞാൻ പറയാതെ തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വ്യത്യാസം, ആ ഡിഫറൻറ്റ് വ്യക്തമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ഇവിടെ വർക്ക് നടക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് തീർച്ചയായിട്ടും ഈ 2 വീഡിയോയുടെ ഡിഫറൻസ്, 2 അല്ല, ഇതെനിക്ക് തോന്നുന്നു ഒരു 30-ാമത്തെ 40-ാമത്തെ അപ്ഡേഷനാണ് ലിങ്ക് റോഡിൻ്റെ. പഴയ വീഡിയോ ധാരാളമുണ്ട്. അപ്പോൾ അതെടുത്ത് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ആ ഡിഫറൻസ് തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹെവി ടിപ്പർ നമുക്ക് കാണാനായി സാധിക്കും. എനിക്കൊന്നും മണ്ണുമായിട്ട് വന്ന ടിപ്പറായിരിക്കാം.
ഇനി കുറച്ച് മുന്നോട്ട് പോകാം. ഇനി അതായത് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പിന്നെ NH നോക്കുമ്പോൾ കാണുന്ന ലിങ്ക് റോഡിന്റെ ഫസ്റ്റ് ബ്രിഡ്ജും പോർട്ടിൽ നിന്ന് വരുമ്പോഴുള്ള സെക്കൻഡ് ബ്രിഡ്ജുമാണ്. ഈ സെക്കൻഡ് ബ്രിഡ്ജും ഈ NHന്റെ ഈ പറയുന്ന അണ്ടർപാസ് നമ്മൾ ഏകദേശം ഒരു 200 മീറ്ററിനകത്ത് മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ. എങ്കിൽ നല്ലൊരു വൈഡാണ് ഇത്. കാരണം റോഡിന്റെ വീതി നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അത് മാത്രമല്ല ഈ പറഞ്ഞ ലിങ്ക് റോഡിന്റെ സൈഡിലൂടെ തന്നെ ചെറിയ ബൈ റോഡും ഇതിനോടൊപ്പം വരുന്നുണ്ട്. കാരണം ലിങ്ക് റോഡിലൂടെ നമ്മുടെ കണ്ടെയ്നർ ലോറികൾ മാത്രമേ പാസ് ചെയ്യുള്ളൂ. ഇവിടെയുള്ള നിലവിലുള്ള വാഹനങ്ങൾ, വേറെ വാഹനങ്ങളൊന്നും പാസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൈഡിലൂടെ ബൈ റോഡ് വേണ്ടി വരും. വാഹനങ്ങൾക്ക് ഇവിടെ ഉള്ളവർക്കും നിലവിൽ വരുന്ന വാഹനങ്ങൾ കടന്നു പോകുന്നതിന്, ചെറിയ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് ബൈ റോഡ് വേണ്ടി വരും. ആ വർക്കുകളും ഇതിൻ്റെയോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. ഇതൊരു ഹെവി എക്സ്കവേറ്റർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു ഉച്ചസമയം എത്തിയിരിക്കുന്നു. ഇപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തയ്യാറെടുപ്പായിരിക്കാം നിലവിലുള്ളത്. മഴയുമുണ്ട്. നമുക്കറിയാമല്ലോ, ക്ലൈമറ്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ലൊരു മഴയുമുണ്ട്. ഇതാ ഇപ്പോൾ നമുക്കിവിടെ ആ വർക്കിന് മുന്നോട്ട് പോയാൽ മാത്രമേ അവിടെ എത്രത്തോളം സോയിൽ ഫില്ല് ചെയ്തു എന്ന് നമുക്കറിയാൻ സാധിക്കുള്ളൂ. കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ ഇത്രത്തോളം സോയിൽ ഫില്ല് ചെയ്തിരുന്നില്ല. ഇപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഈ കോൺക്രീറ്റിന് ആവശ്യമായിട്ടുള്ള ആ ഒരു മെത്തേഡാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ ഭാഗത്തെല്ലാം കോൺക്രീറ്റ്, ഈ പറയുന്ന റീറ്റെയിനിങ് വാളിന്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഈ സൈഡിന്റെ റീറ്റെയിനിങ് വാളിന്റെ വർക്ക് കഴിഞ്ഞു. സൈഡിന്റെ ഹാൻഡ് റെയിൽ, അതായത് കോൺക്രീറ്റ് ഹാൻഡ് റെയിലാണെന്ന് തോന്നുന്നു. ഇവിടെ കണ്ടേ, അതായത് കോൺക്രീറ്റ് ഹാൻഡ് റെയിലാണ്. ആ വർക്കും ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ സോയിൽ ഫില്ല് ചെയ്യേണ്ട നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ഹാൻഡ് റെയിലിന്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരുന്നത്. അതും ഇപ്പോൾ ഈ സൈഡ് കംപ്ലീറ്റ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാവും. ഇവിടെ കുറച്ചുകൂടി വർക്കിന് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോ വർക്കും നമ്മൾ കാണിക്കുന്നത്. പറയാതെ തന്നെ കണ്ട് മനസ്സിലാക്കാനായി തീർച്ചയായിട്ടും സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ വീഡിയോയും ഈ ആഴ്ച വീഡിയോയും കാണാത്തവരൊന്ന് ഡിഫറൻസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളമാണ് അത് കംപ്ലീറ്റ് ആയി മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് ഡേറ്റ് സഹിതമുണ്ട്. ഇത് വീഡിയോ എടുത്തതിൻ്റെ അന്ന് തന്നെ മാക്സിമം അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോ. അത് കാരണം ലാഗൊന്നും വരില്ല. തീർച്ചയായിട്ടും വീഡിയോയിൽ തന്നെ ആ ഡിഫറൻസ് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായി സാധിക്കും. ഇതാണ് നമ്മുടെ NH നോക്കുമ്പോൾ ഫസ്റ്റ് ബ്രിഡ്ജാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബ്രിഡ്ജിന് പേരലായിട്ട് തന്നെ ഇപ്പോൾ എത്തിയിരിക്കുന്നു. സോയിലും ഫില്ല് ചെയ്ത് കഴിഞ്ഞായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ? അതിൻ്റെ ലെവൽ ഡിഫറൻസ് അറിയാൻ വേണ്ടിയാണ് തൊട്ട് ഇവിടെ നിന്ന് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടോ. ആ ലെവൽ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും ഉണ്ടോ. ഇതിന് പേരലായിട്ട് സോയിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല നമുക്ക് ഈ പറയുന്ന കേബിളിൻ്റെ വർക്കുകളും നടക്കുന്നുണ്ട്. കണ്ടോ, ഒരേ സമയം തന്നെ കേബിളിൻ്റെ വർക്ക്, ഡ്രെഡ്ജിങ്ങിൻ്റെ വർക്ക്, സോയിൽ ഫില്ലിങ് ഇതെല്ലാം ഒരേ സമയം നടന്നു പോയാൽ മാത്രമേ ഈ റോഡിന്റെ വർക്ക് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അല്ലാതെ റോഡിന്റെ വർക്ക് കംപ്ലീറ്റ് ഇല്ല. പക്ഷേ നമ്മൾ നിൽക്കുന്ന വീഡിയോ എടുക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡ് ഇപ്പോൾ ഹാൻഡ് റെയിലിന്റെ വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത്. സോയിൽ ഫില്ല് ചെയ്യേണ്ട സ്ഥലമെല്ലാം കോൺക്രീറ്റ് ചെയ്ത് നമുക്കൊന്നും നോക്കാം. കണ്ടോ, സോയിൽ ഫില്ല് ചെയ്യേണ്ട സ്ഥലമെല്ലാം കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഹാൻഡ് റെയിലിന്റെ വർക്കുകളാണ് ഇവിടെ ഉള്ളത്. അതിന്റെ വർക്കും ഉടൻ തന്നെ നടക്കുന്നതായിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കാരണം എക്സ്കവേറ്റർ, കോൺക്രീറ്റിന് വേണ്ടിയുള്ള എക്സ്കവേറ്റർ വർക്കുകൾ നടക്കുന്നത്. കാരണം ഇനി അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഹാൻഡ് റെയിലിന്റെ വർക്കുകളും പൂർത്തീകരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഓരോ അപ്ഡേഷനും ഓരോ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ആ അപ്ഡേഷൻ, ആ ഒരു വർക്കിന്റെ ഡീറ്റെയിൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഹെവി എക്സ്കവേറ്റർ ഉപയോഗിച്ചിട്ടാണ് നിലവിൽ ഈ വർക്കെല്ലാം ചെയ്യുന്നത്. എല്ലായിടത്തും എല്ലാം ഹെവി വർക്കുകളെല്ലാം അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടല്ല നമ്മൾ കാണുന്നത്. ഇപ്പോൾ നടക്കുന്ന സ്റ്റാറ്റസാണ് ഇപ്പോൾ നമുക്ക് കാണാനായി സാധിക്കുന്നത്. മഴയുണ്ടെങ്കിലും ഇപ്പോൾ ചെറുതായിട്ട് മഴയുണ്ട് എങ്കിലും വർക്ക് നടക്കുന്നുണ്ട്. വർക്ക് സ്റ്റാഫിൽ വെച്ച് വർക്ക് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഇതിൽ നിന്നും തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അപ്പോൾ മറുവശത്ത് നിലവിൽ ഇനി ഹാൻഡ് റെയിലിൻ്റെ വർക്ക് കൂടി കഴിഞ്ഞാൽ ആ വർക്ക് കംപ്ലീറ്റ് ആവും. സോയിൽ ഫില്ല് ചെയ്യേണ്ട കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഹാൻഡ് റെയിലിൻ്റെ വർക്കുകൾ മാത്രമാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഈ പറയുന്ന ആ ബ്രിഡ്ജ് ഹൈറ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് NH നോക്കുമ്പോൾ കാണുന്ന ആ ബ്രിഡ്ജിൻ്റെ ഹൈറ്റ് ഉണ്ട്. ആ ഹൈറ്റിന് പാരലായിട്ട് വളരെ ചെറിയ സ്ലോപ്പോടെ ഗ്രൗണ്ട് ലെവലിലേക്ക് എത്തുന്ന ആ ഒരു സോയിൽ ഫില്ലിംഗ് ആണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നത്. അതും ഏകദേശം കംപ്ലീറ്റ് ആവും. നമുക്ക് ഈ സൈഡിലൂടെ താഴോട്ടിറങ്ങി കഴിഞ്ഞാൽ ഈ വശത്ത് നടക്കുന്ന വർക്കുകൾ, ലെഫ്റ്റ് സൈഡിൽ നടക്കുന്ന വർക്കുകൾ കാണാനായി സാധിക്കും. ഉണ്ടോ, ഇവിടെയും വർക്ക് സ്റ്റാഫുകളുണ്ട്. ഉണ്ടോ, ഇവിടെയും വർക്ക് നടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഈ പിന്നെ ലിങ്ക് റോഡിൻ്റെ സൈഡിലൂടെ ബൈ റോഡ് ഞാൻ പറഞ്ഞിരുന്നു. അത് നേരത്തെ തന്നെ ഇവിടെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അത് സോയിലെല്ലാം ഫില്ല് ചെയ്തിരിക്കുന്നു. ആ സ്ഥലത്താണ് ഇപ്പോൾ നിലവിൽ നമ്മളെ ഈ പറയുന്ന സൈഡിലെ റീറ്റെയിനിങ് വാളിൻ്റെ ഹൈറ്റ്, അതായത് ഹാൻഡ് റെയിലിൻ്റെ ഹൈറ്റ് മാത്രമാണ് ഇനി ഇവിടെ വർക്ക് നടക്കാനുള്ളത്. ബാക്കി ഈ സ്ഥലത്തെ വർക്കെല്ലാം, കേബിളിൻ്റെ വർക്ക് ഉൾപ്പെടെ എല്ലാം കംപ്ലീറ്റ് ചെയ്താണ് നമുക്ക് ഇവിടെ നിന്നും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഉണ്ടോ, ആ വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മൾ കാണുമ്പോൾ വർക്കുകൾ നടക്കുന്നുണ്ട് എന്ന് തീർച്ചയായിട്ടും നമുക്ക് വീഡിയോ തന്നെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഭാഗത്ത് ഇതാണ് ഈ വർക്ക്. അതായത് നമ്മൾ ഈ പറഞ്ഞ റീറ്റെയിനിങ് വാളിൻ്റെ ഫൗണ്ടേഷൻ സമയത്ത് തന്നെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പഴയ ഓൾഡ് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ
കുറച്ചാഴ്ചകൾക്ക് മുന്നേ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫൗണ്ടേഷൻ തൊട്ടേ നമ്മൾ അപ്ഡേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ പോർഷനിൽ, അതായത് നമ്മൾ നേരത്തെ തന്നെ ലിങ്ക് റോഡിൻ്റെ മൊത്തത്തിലുള്ള അപ്ഡേഷൻ വർക്ക് തുടങ്ങും മുമ്പേ തന്നെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. എന്നാലും ഈ റോഡിൻ്റെ ഫൗണ്ടേഷൻ തൊട്ട് തന്നെ നമ്മൾ വർക്ക് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു എത്ര ദിവസം കൊണ്ട് തന്നെ വർക്ക് കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് ആ വീഡിയോയുടെ ഡേറ്റും ഇന്നത്തെ ഡേറ്റും വെച്ച് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. അതുമാത്രമല്ല, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഹെവി മെഷീൻസ് ആവട്ടെ, നമ്മുടെ ഈ സോയിൽ ലെയർ ബൈ ലെയർ ആയിട്ട് ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ മെഷീൻസ് അവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഹെവി മെഷീൻസ് ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. എല്ലാ വർക്ക് സൈറ്റിലും അങ്ങനെ തന്നെയാണ് വർക്കെല്ലാം നടക്കുന്നത്. ഇപ്പോൾ ഇതുവരെ നടക്കുന്ന വർക്കുകളെല്ലാം ഈ ഭാഗത്തെല്ലാം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ സോയിൽ ഫില്ലിങ് കംപ്ലീറ്റ് ആവും. ഇതിൻ്റെ മുകളിൽ ഇൻ്റർലോക്ക് ആവാനാണ് ചാൻസ് വളരെ കൂടുതൽ. ഇൻ്റർലോക്ക് ആണോ കോൺക്രീറ്റ് ആണോ എന്നറിയില്ല. ഇൻ്റർലോക്ക് ആയിരിക്കും, ചിലപ്പോൾ കോൺക്രീറ്റും ആയിരിക്കും. നിലവിൽ അത് അടുത്തൊരു അപ്ഡേഷനിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വർക്ക്, അതായത് ഈ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് ഒരു വർക്ക് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഈ വളരെ കഡും വയലുമായിട്ടിരുന്ന പ്ലേസ് ലെവൽ ചെയ്ത് ഹൈറ്റ് കൂട്ടിയെടുത്ത സമയത്ത് അതിൻ്റെ മുകളിൽ ഇൻ്റർലോക്കാണ് ഇട്ടിരുന്നത്. തീർച്ചയായിട്ടും ആ വീഡിയോ ആ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഈ വീഡിയോ ഇത് ഷൂട്ട് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും പോകുന്നുണ്ട്. അപ്പോൾ നമുക്കത് തീർച്ചയായിട്ടും അത് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. നമുക്കിപ്പോൾ NH66 വളരെ വ്യക്തമായിട്ട് കാണുന്നതോടൊപ്പം തന്നെ നമുക്ക് അണ്ടർപാസും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ധാരാളം വാഹനങ്ങളാണ് NH66 പാസ് ചെയ്ത് പോകുന്നത്. നമ്മുടെ ലിങ്ക് റോഡിൻ്റെ ഡീറ്റെയിലും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, പിറ്റ് ലിങ്കിൻ്റെ വർക്കൊക്കെ, ഇലക്ട്രിക്കൽ പിറ്റ് ലിങ്കിൻ്റെ വർക്ക്, കേബിളിൻ്റെ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന വ്യൂ നിലവിൽ നമ്മൾ തൊട്ട് മുന്നേ കണ്ട, അതായത് വർക്ക് കംപ്ലീറ്റ് ചെയ്ത ബ്രിഡ്ജിൻ്റെ സൈഡിൽ നിന്നുള്ള വിഷ്വലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ ഭാഗത്തു നിന്നാലും വളരെ വ്യക്തമായിട്ട് വളരെ വൈഡായിട്ട് തന്നെ നമുക്ക് ആ ഡീറ്റെയിൽ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. തീർച്ചയായിട്ടും ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്. എത്രത്തോളമാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്ക് വീഡിയോ തന്നെ കണ്ട് മനസ്സിലായിക്കൊണ്ടിരിക്കും. ഹെവി എക്സ്കവേറ്റർ ഉപയോഗിച്ച് വർക്കുകൾ നടക്കുന്നതും വളരെ ദൂരെയായിട്ട് NH66 നമുക്ക് കാണാനായി സാധിക്കും. ഈ ഭാഗത്താണ്, ഇതാണ് നമ്മുടെ NH66 നോക്കുമ്പോൾ ഉള്ള ഫസ്റ്റ് ബ്രിഡ്ജും പോർട്ടിൽ നിന്ന് വരുമ്പോൾ സെക്കൻഡ് ബ്രിഡ്ജ്. 2 ബ്രിഡ്ജാണ് നിലവിൽ ഈ ലിങ്ക് റോഡിൻ്റെ ഇടയിലായിട്ടുള്ളത്. ഈ ബ്രിഡ്ജിൻ്റെ വർക്കുകൾക്ക് വർഷങ്ങൾക്ക് മുന്നേ കംപ്ലീറ്റ് ചെയ്തതാണ്. അതിൻ്റെ ഇടയിലുള്ള ഈ ഓരോ പോർഷൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് മുന്നോട്ട് പോകാം. ഈ ബ്രിഡ്ജിലൂടെ നമുക്ക് ഇനി നമ്മൾ പോർട്ടിലേക്കാണ് പോകുന്നത്. പോർട്ടിലേക്ക് പോകുന്ന വഴി എന്തെങ്കിലും വർക്ക് പെൻഡിങ് ഉണ്ടോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും നോക്കാം. ഈ ഭാഷത്തെ വർക്കുകളൊന്നും പെൻഡിങ് ഇല്ല. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയതാണ്, ഒരു വർക്ക് പോലും പെൻഡിങ് ഇല്ല. നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് കംപ്ലീറ്റ് ചെയ്തു, ഇൻ്റർലോക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു, സൈൻ ബോർഡ് കംപ്ലീറ്റ് ചെയ്തു, ലൈനിങ് കംപ്ലീറ്റ് ചെയ്തു. ഇതെല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഫൈനലായിട്ട് വർക്കിന് കംപ്ലീറ്റ് ചെയ്യാനുള്ള നമ്മൾ തൊട്ട് മുന്നേ കണ്ട ആ പോർഷനിലെ വർക്ക് മാത്രമാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. വിഴിഞ്ഞം പോർട്ട് വളരെ മനോഹരമായ ബോർഡ് തന്നെയാണ്. നമ്മൾ കാണുമ്പോഴൊക്കെ സന്തോഷം തോന്നും. വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്ന ഒരു സൈൻ ബോർഡ് പലപ്പോഴായിട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ആ ഒരു സന്തോഷമുള്ളതുകൊണ്ട് തന്നെയാണ്. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഈ ഭാഗത്തെല്ലാം നമുക്ക് വീഡിയോയിൽ തന്നെ കണ്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്കും തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്നതാണ്. ഈ വർക്കുകളെല്ലാം, ഈ ഭാഗത്തെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ആകെ ലിങ്ക് റോഡിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് പോർട്ട് മുതൽ നമ്മളെ NH66 വരെ 1700 മീറ്ററാണ്. അതിൽ 1500 മീറ്റർ വരെ വർക്ക് തീർച്ചയായിട്ടും 100% കംപ്ലീറ്റ് ചെയ്തതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ലൈറ്റുകളെല്ലാം രാത്രി വന്നു കഴിഞ്ഞാൽ ഈ ലൈറ്റുകളെല്ലാം നല്ലൊരു ലൂമൻസ് ഇൻറ്റൻസിറ്റി തന്നെയുണ്ട്, തെളിയുന്നുണ്ട്. അതുമാത്രമല്ല, ഈ പോർട്ടിൻ്റെ സൈഡിൽ ഇതാ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു പോർഷൻ, ഇതാണ് നമ്മുടെ NH നിന്ന് വരുമ്പോൾ രണ്ടാമത്തെ ബ്രിഡ്ജും. ഇവിടെ ഒരു അമ്പലമുണ്ട്. പോർട്ടിൽ നിന്ന് വരുമ്പോൾ ആദ്യത്തെ ബ്രിഡ്ജും. ഇങ്ങനെ 2 ബ്രിഡ്ജാണ് നിലവിലുള്ളത്. രണ്ടാമത്തെ ബ്രിഡ്ജ് നമ്മൾ കേട്ടിട്ടുണ്ട്. കണ്ട ഈ പോർഷനിലെല്ലാം കോൺക്രീറ്റ് ആണുള്ളത്. ഇവിടെ ഒരു ഈ പറയുന്ന സദാസമയം 24 വർക്ക് ചെയ്യുന്ന ക്യാമറയുണ്ട്. എല്ലാ സെക്യൂരിറ്റി ഫീച്ചേഴ്സും ഇതിനോടൊപ്പം തന്നെ റോഡിൻ്റെ വർക്കിനോടൊപ്പം തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് പോയിട്ടുണ്ട്. നേരത്തെ തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇൻ്റർലോക്കിൻ്റെ വർക്കുകൾ, ഇതെല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള 200 മീറ്റർ വർക്കാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ആ വർക്കും നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പോർട്ടെത്തി വളരെ മനോഹരമായ വ്യൂ തന്നെയാണ്. 2 സൈഡിലും നല്ല വയലായതിനാൽ വാഴയും നല്ലൊരു പച്ചപ്പുണ്ട്. പക്ഷേ ഈ പച്ചപ്പുണ്ടെങ്കിലും ഈ റോഡിൻ്റെ വർക്ക് ഇത്തിരി കംപ്ലീറ്റ് ചെയ്യാൻ ഇത്തിരി പാടായിരുന്നു. കാരണം ഈ ചെളിയും ഈ പ്ലേസ് ആയതിനാൽ വളരെ ഈസി ആയിട്ടല്ല ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്ത്. കുറച്ച് ബുദ്ധിമുട്ടിയാണ് ഈ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഡ്രെയിനേജിന് നേരത്തെ തന്നെ വലിയ ഡ്രെയിനേജ് സിസ്റ്റമാണ് ഈ റോഡിൻ്റെ ഇരു സൈഡിലായിട്ടുള്ളത്. ഇതെല്ലാം ഇവിടെയുള്ള ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ വർക്ക് എല്ലാം നേരത്തെ തന്നെ കഴിഞ്ഞിരിക്കുന്നു. ആ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ വർക്ക് ഉൾപ്പെടെ നമ്മളുടെ ഈ ഒരു ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ ഒരു മെയിൻ ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പോർട്ട് കണ്ടെയ്നർ ടെർമിനൽ എന്നൊരു ബോർഡ് നമുക്ക് കാണുമ്പോൾ മനസ്സിന് വളരെയധികം സന്തോഷം തോന്നും. നമ്മുടെ പോർട്ടിൻ്റെ കണ്ടെയ്നർ ടെർമിനൽ നമ്മൾ എത്തിയിരിക്കുന്നു. വളരെ ദൂരെയായിട്ട് നമുക്ക് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് സീ പോർട്ട്
വളരെ ദൂരെയായിട്ട് നമുക്ക് കാണാനായി സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബെർത്തിൽ 2 കപ്പൽ ഏതായാലും കാണും. സദാസമയം 2 കപ്പൽ ഉണ്ടായിരിക്കുന്നതാണ് നിലവിൽ. അത് മാത്രമല്ല ഔട്ടർ ആങ്കറേജിൽ 3-4 കപ്പൽ വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ നമ്മളെ മുന്നിൽ കാണുന്ന ഈ റോഡ് ഇത് നമ്മുടെ ഒരു ഒരു റോഡാണ്. മെയിൻ റോഡ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമ്മൾ ബസ് വന്നത് പൂവാറിൽ നേരെ ഈ പറയുന്ന മുക്കോല വഴി, കോവളം വഴി ട്രിവാൻഡ്രത്തേക്ക് പോകാം, കഴക്കൂട്ടത്തേക്ക് പോകാം. ആ NH-ലേക്ക് കയറുന്ന റോഡാണ്. കോവളത്തിൽ നിന്നാണ് അത് കയറുന്നത്. പിന്നെ മുക്കോലിൽ നിന്ന് കട്ട് ചെയ്ത് ഇറങ്ങാം. മെയിൻ ബസ്സുകളെല്ലാം പോകുന്നത് കോവളത്തിൽ നിന്നാണ് കട്ട് ചെയ്ത് പോകുന്നത്. ഇങ്ങനെ റോഡ് ഇതിൻ്റെ ഇടയ്ക്കുണ്ട്, ഒരു മെയിൻ റോഡ്. പലപ്പോഴും വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. ഇത് വളരെ ദൂരെയായിട്ട് നമുക്ക് പോർട്ടിൻ്റെ മെയിൻ ഗേറ്റ് വളരെ ചെറുതായിട്ട് മാത്രമേ കാണാനായി സാധിക്കുള്ളൂ. കാരണം അങ്ങോട്ട് പോകാത്ത ഇതുവരെയാണ് നമുക്ക് വർക്കിംഗ് സ്റ്റാറ്റസ് ഉള്ളത്. എന്തൊക്കെയാണ് വർക്ക് നടക്കുന്നത് അറിയാൻ സാധിക്കും. നേരത്തെയുള്ള പഴയ വീഡിയോയിൽ നമ്മൾ പോർട്ടിൻ്റെ ഉള്ളിൽ കയറി വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് മനോഹരമായ കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളെല്ലാം പഴയ വീഡിയോ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഇന്ത്യയിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബും ആഗോള ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബുമായി മാറിക്കൊണ്ടിരിക്കുന്ന വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന്റെ ലിങ്ക് റോഡിന്റെ ഡീറ്റെയിൽ അപ്ഡേഷനാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന്റെ എല്ലാ അപ്ഡേഷനും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.